ഹലോ ഡിയേഴ്സ്, തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ട ഒരു കിടിലൻ ട്രിക്കാണ്. ചായക്കടയിലെ കാക്കാക്ക് വരെ ഈ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ട്രിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെ ട്രിക്കുകളും കോഡുകളും ഒക്കെ വെച്ചാണ് നമ്മൾ ബാച്ചിലെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അഡ്ഡപ്പട്ടലം പൊട്ടിയവരെ വരെ മികച്ച സ്കോറിലോട്ട് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. മുന്നത്തെ ബാച്ചിലെ നമ്മുടെ റിസൾട്ടുകളൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന വളരെ മാർക്ക് കുറവുള്ളവരെയൊക്കെ ഫോക്കസ് ചെയ്ത് അവരെ പോലും മികച്ച മാർക്കിലോട്ട് എത്തിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് ഈ കോഡുകളാണ്. ആ ഒരു കോഡിന്റെ എഫക്റ്റീവ്നെസ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയത് നിങ്ങൾ എന്താ ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത്? സ്റ്റേറ്റ് SS ലോ. ഇവിടെ എന്താണ് ചോദ്യം? നമ്മുടെ SS ലോയുടെ ഈ ഒരു ന്യൂമറിക്കൽ പലർക്കും ടഫ് ഉണ്ടാകും, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരു 3 മാർക്ക് കാറ്റഗറിയിൽ കണ്ട ഒരുപാട് എക്സാമുകളിൽ എനിക്ക് തോന്നുന്നു ഇത്തവണ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വരാൻ ഈ ഒരു കാറ്റഗറി സാധ്യത ഉണ്ട് എന്നുള്ളത്. സോ നോക്കൂ, നിങ്ങൾ ഇവിടെ ചോദിച്ചത് എന്താ? ഫോർമേഷൻ ഓഫ് ഈഥെയ്ൻ അല്ലേ? ഈഥെയ്ൻ ഉണ്ടാകലല്ലേ? പക്ഷെ നമുക്കിവിടെ തന്നിരിക്കുക. അപ്പൊ ചോദിച്ച സാധനം കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഈഥെയ്ൻ. അവിടെ ചോദിച്ചത് ഈഥെയ്ന്റെ ഫോർമേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുക ഈഥെയ്ൻ എവിടെയാണ്? ഈഥെയ്ന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ഈഥെയ്ന്റെ ഫോർമുല അറിയണം. C2H6 ഇക്വേഷൻ അല്ലേ ഫോർമുല. അപ്പൊ ഈഥെയ്ന്റെ ഫോർമുല C2H6 ആണ്. അത് ഇതിൽ പോയി നോക്കുക. ഇതിൽ കാർബൺ ഓക്സിജൻ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ? അതല്ലല്ലോ ഈഥെയ്ന്. ഹൈഡ്രജനും ഹാഫ് ഓക്സിജനും H2O. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ആരാണെങ്കിലും പറയും ഇതിനകത്ത് ഇതല്ലല്ലോ ഈഥെയ്ന്. അപ്പൊ ഇവിടെ ഒരു പുതിയ ഒരാൾ കാണുന്നുണ്ട്. അപ്പൊ നമുക്കറിയാത്ത ഇതന്നെയാണ് ഈഥെയ്ൻ. അപ്പൊ അങ്ങനെയും നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനിയിപ്പോ ഈഥെയ്ന് C2H6 ആണ് മനസ്സിലായി. ഇവിടെ ഈഥെയ്ൻ ഉണ്ടാകണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കെമിസ്ട്രിയിൽ ഇപ്പുറത്തുള്ളവരൊക്കെ പ്രവർത്തിക്കുന്നവരാണ്, ഉണ്ടാകില്ല, അവരില്ലാണ്ടാവുകയാണ്. അപ്പൊ ഈഥെയ്ൻ ഇപ്പുറത്ത് വരണമെന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈഥെയ്ന്റെ ഒന്നുമില്ലാന്ന് ഈഥെയ്ന്റെ റിയാക്ഷൻ അങ്ങോട്ട് എന്ത് ചെയ്യുക? റിവേഴ്സ് അടിക്കുക. നിങ്ങളോട് ഫോർമേഷൻ ഓഫ് ഈഥെയ്ൻ എന്നല്ലേ ചോദിച്ചത്? അപ്പൊ ഈഥെയ്ൻ എവിടെയാ ഉള്ളത് എന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക? അങ്ങ് റിവേഴ്സ് അടിക്കുക. അപ്പൊ ഞാൻ റിവേഴ്സ് അടിച്ചുതരാം. ഇവിടെ 2CO2 + 3H2O എന്നല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അതിനങ്ങ് റിവേഴ്സ് അടിക്കുക. 2CO2 + 3H2O ഗീവ്സ് എന്തായിരുന്നു? C2H6 + 7/2O2. C2H6 + 7/2O2. ഇതങ്ങോട്ട് സെറ്റ് ആയല്ലോ. അപ്പൊ നമ്മൾ റിവേഴ്സ് അടിച്ചു. അതായത് ആരെയാണോ ചോദിച്ചത് കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഒരു 3 റിയാക്ഷൻ തന്നിട്ട് ഒരു ഫോർമേഷൻ ഓഫ് ഈഥെയ്ൻ എന്നൊക്കെ ചോദിച്ചാൽ ആരെയാണോ ചോദിച്ചത് അത് അവരെന്ത് ചെയ്യുക? അങ്ങ് റിവേഴ്സ് അടിക്കുക. അപ്പൊ ഇവിടുത്തെ ΔH എന്താകും? റിവേഴ്സ് അടിക്കും. ഈ ΔH എന്താ? ഇവിടെ നോക്കൂ നിങ്ങൾ, -1560 അല്ലേ? അത് കമ്പസ്റ്റൻ ആണ്, അപ്പം എക്സോതെർമിക് ആണ്, അത് ഹീറ്റ് റിലീസ് ആക്കുകയാണ്, അപ്പം മൈനസ് ആണ്. അപ്പൊ നമ്മൾ റിവേഴ്സ് അടിക്കുമ്പോൾ എന്താക്കണം? അത് പ്ലസ് ആകും. അപ്പൊ ആ എൻതാൽപ്പിയും അങ്ങ് പ്ലസ് ആക്കുക, അത്രേ ഉള്ളൂ. കിലോ ജൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് കിലോ ജൂൾ പെർ മോൾ എന്നൊക്കെ ഉള്ള അത് തന്നത് എന്താ യൂണിറ്റ് എന്ന് വെച്ചാൽ അതുപോലെ അങ്ങ് എഴുതിക്കോളൂ. അപ്പൊ ജൂൾ പെർ മോൾ എന്നായിരിക്കും പലപ്പോഴും തരിക. ഓക്കെ, അപ്പം കിലോ ജൂൾ പെർ മോൾ. ദെൻ ഇതിനകത്ത് അടുത്തത് എന്താ നോക്കുക? ഇനി നിങ്ങൾ ഈ ഒരു സംഭവത്തിന് ഇതിന്റെ ട്രിക്ക് കിടക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഇവിടെ എന്താണ് സംഗതി? ഇവിടെ സംഗതി എന്ന് പറഞ്ഞാൽ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് നിങ്ങൾ നോക്കുക. ഈ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാകും. നോക്കൂ, ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഈഥെയ്ൻ ആണ്. ഇത് നമ്മൾ കണ്ടെത്തി. ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ ഇതിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ നമ്പർ എന്താ നോക്കുക? 2 കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള ഇക്വേഷനെ 2 കൊണ്ട് ഗുണിക്കണം എന്നാണ്. അപ്പൊ എല്ലായിടത്തും പോയി 2 കൊണ്ട് ഗുണിക്കുക. ΔHനെയും 2 കൊണ്ട് ഗുണിക്കുക. ഇനിയോ ഹൈഡ്രജൻ വെള്ളത്തിന്റെ നമ്പർ നോക്കുക, 3 വെള്ളം എന്നാണ്. അപ്പൊ വെള്ളത്തിന്റെ ഇക്വേഷനെ പോയിട്ട് എല്ലായിടത്തും എന്ത് ചെയ്യുക? 3 കൊണ്ട് അങ്ങ് ഗുണിക്കുക. അപ്പൊ 3/2 1/2 എന്നുള്ളത് 3/2 എന്നാകും, 3H2O എന്നായി. മനസ്സിലായോ? അപ്പൊ ഇക്വേഷനിലെ ΔHനെയും 3 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമുക്ക് ആ 2 കൊണ്ട് ഗുണിച്ചതിന് ശേഷമുള്ള ഞാൻ അവിടെ എടുത്തെഴുതാം. എന്താണ് 2 കൊണ്ട് ഗുണിച്ചു? അപ്പൊ 2C പ്ലസ് അവിടെ എന്തായിരുന്നു? C + O2 അല്ലേ? അപ്പൊ 2O2 2 കൊണ്ട് ഗുണിച്ചു ഗീവ്സ് എന്ത് സംഭവിച്ചു? 2CO2. ഇനി അതിനകത്ത് നിന്ന് എന്ത് സംഭവിക്കും? ΔH അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? അതും 2 കൊണ്ട് ഗുണിക്കണം. ΔH എന്താണ്? അവിടെ റിയാക്ഷൻ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ പറഞ്ഞിരിക്കുന്നത് -393.5 × 2 -393.5 × 2. അപ്പൊ അതിനെ 2 കൊണ്ട് ഗുണിച്ചെഴുതി. ഇനിയോ ഇവിടെ നമ്മളെ H2O 3 എണ്ണം അല്ലേ? അപ്പൊ ആ H2Oനെ അവിടെയൊക്കെ ഇക്വേഷൻ 3 ആക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ അവിടെ 3H2 എന്നാക്കി. എല്ലാത്തിനും 3 കൊണ്ട് ഗുണിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? 3H2 + 3/2O2 ഗീവ്സ് എന്താണ്? 3H2O എന്നായി മാറി. അപ്പൊ ΔHനെയും ഞാൻ എന്ത് പറഞ്ഞിരുന്നു? 3 കൊണ്ട് ഗുണിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ -285.8 × 3 എന്ന് വരും. കാരണം എല്ലാത്തിനെയും 3 കൊണ്ട് ഗുണിച്ചു.
അപ്പൊ എന്താ നമ്മൾ ഇവിടെ ചെയ്തത്? ഇവിടെ ചെയ്തൊന്നുമില്ല. ഇക്വേഷനിൽ എന്ത് ചെയ്തു? നമുക്ക് ഇവിടുത്തെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ നമ്പർ കണ്ടിട്ട് അവിടെയും അങ്ങനെ 2 കൊണ്ട് എല്ലാറ്റിനെയും കുളിച്ചു. ഇവിടെ വെള്ളത്തിന്റെ നമ്പർ കണ്ടിട്ട് അവിടെയും അങ്ങനെ നോക്കി. അതായത് ചോദിച്ചതിലുള്ള ആ ഒരു കാർബൺ ഡൈ ഓക്സൈഡിന്റെയും വെള്ളത്തിന്റെയും നമ്പർ പോലെ തന്നെ അവിടെയും ആക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ആ നമ്പറുകൾ കൊണ്ട് ഗുണിച്ചു ആ ഇക്വേഷനുകളെ. ഇനി ഈ ഇക്വേഷൻ നമ്മൾ ചോദിച്ച ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു? റിവേഴ്സ് ചെയ്തു. അപ്പൊ അതിന്റെ ഡെൽറ്റ എച്ചും മൈനസ് ഉള്ളത് എന്തായി? ഇവിടെ പ്ലസ് ആയി. അവിടെ ഗുണിച്ചത് 2 കൊണ്ടാണ്. എല്ലാവരെയും 2, എല്ലാവരെയും 2. ഇനി ഒന്നുമില്ലാന്നേ. ഇനി എന്താ ചെയ്യാ? നമ്മളിപ്പം റിവേഴ്സും ചെയ്തല്ലോ. ഇനി എന്താ ചെയ്യാ? ഇതിനങ്ങ് ആഡ് ചെയ്യാം. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ എന്താണ്? ഒരുപോലെ ഉള്ളതൊക്കെ വെട്ടിപ്പോവും. ഇവിടെ 2 കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഇവിടെയും റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ വെട്ടിപ്പോയി. ഇവിടെ 3 H2O ഉണ്ട്. ഇവിടെയും 3 H2O ഉണ്ട്. ലെഫ്റ്റ് റൈറ്റ് വെട്ടിപ്പോയി. ഇനി ബാക്കിയുള്ളവരെ അങ്ങോട്ട് എഴുതുക. 2C + 3H2 ഉണ്ട് ഇവിടെ. ഇനി ഇവിടെ 2 ഓക്സിജനും ഇവിടെ 2 ഓക്സിജനും 3ന്റെ പകുതി എന്താ? 3ന്റെ പകുതി 1.5 അല്ലേ? അപ്പൊ 2ഉം 1.5യും 3.5 അല്ലേ? അപ്പൊ ഇവിടെയോ? ഇവിടെ 7ന്റെ പകുതി അതും 3.5 അല്ലേ? അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഇനി അതല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അത് കൂട്ടി നോക്കാം. അതായത് ഇവിടെ ആഡ് ചെയ്യാണ്. ഇനി ഇക്വേഷനുകളൊക്കെ ആഡ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ആ ഓക്സിജന്റെ നോക്കൂ. 2O2 അല്ലേ? പ്ലസ് 3/2O2 അല്ലേ? അപ്പൊ ആ സൈഡിൽ ഓക്സിജൻ കൂട്ടി എന്താ പറയുക? അവിടെ ഫ്രാക്ഷൻ കൂട്ടുമ്പോൾ അടിയിൽ ഒരു 1 ഇട്ട് കൊടുക്കുക. അപ്പൊ ഇങ്ങോട്ട് ഗുണിക്കുക, ഇത് ഇങ്ങോട്ട് ഗുണിക്കുക, ഇത് ഇങ്ങോട്ട് ഗുണിക്കുക, അടിയിൽ ഇവർ തമ്മിൽ ഗുണിക്കുക. അപ്പൊ 2 2 4 1 3 3 3/1 2 2 എന്ന് പറയുമ്പോൾ 7/2 എന്ന് കിട്ടും. അതായത് ഇവിടെ ഓക്സിജൻ എന്തുതന്നെയാണ്? 3.5. അതായത് 7/2 ഓക്സിജൻ ആണ്. ഗീവ് C2H6 എന്തായി? ഇവിടെയും 3.5. 7/2 ഓക്സിജൻ ഇവിടെ ഓൾറെഡി ഉണ്ടല്ലോ. 7/2 ഓക്സിജൻ. അപ്പൊ ഇവിടെ 7/2 ഓക്സിജൻ, ഇവിടെ 7/2 ഓക്സിജൻ കട്ടായി പോയി. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇനി എന്താണ്? ഇനി വളരെ സിമ്പിൾ. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യനുകൾ നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ട്രിക്ക് വെച്ച് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് നിന്ന് എന്ത് സംഭവിക്കും? നമ്മളിവിടെ ആഡ് ചെയ്യല്ലേ ചെയ്തത് ഇക്വേഷനുകളൊക്കെ. ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്തു, റൈറ്റ് സൈഡ് ആഡ് ചെയ്തു, എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ളൊക്കെ വെട്ടി. ഇപ്പൊ നമുക്ക് എൻതാൽപ്പി എന്താണ്? ഈഥൈന്റെ ഫോർമേഷൻ കിട്ടി. ഈഥൈൻ എന്താണ്? അതിന്റെ കമ്പോണൻസിൽ നിന്ന് തന്നെ ഉണ്ടാകണം. അപ്പൊ 1 മോൾ ഈഥൈൻ ഉണ്ടാകണം. അതിന്റെ കമ്പോണൻസ് അതാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി. അപ്പൊ കാർബണെന്നും ഹൈഡ്രജനും ഉണ്ടാകണം. അപ്പൊ ഇവിടെ എൻതാൽപ്പി കിട്ടി. അപ്പൊ എങ്ങനെയാണ് നമുക്കിത് കിട്ടിയത്? റിയാക്ഷനുകളൊക്കെ ആഡ് ചെയ്തപ്പോൾ. അപ്പൊ എൻതാൽപ്പിയും എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ എന്തൊക്കെ ആഡ് ചെയ്യണം? നമുക്ക് ഈ -393.5 × 2 പ്ലസ് -285.8 × 3 പ്ലസ് നമുക്ക് എന്ത് ചെയ്യാം? ഇതും ആഡ് ചെയ്യാം. 1560 കിലോ ജൂൾ. അപ്പൊ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ചുമ്മാ അങ്ങ് അടിച്ചു കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറിൽ എത്തിയെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആൻസർ നിങ്ങൾ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കാൽക്കുലേറ്റർ അടിക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ? ഇതിനെന്ത് ചെയ്യുക? × 2 ആണ് ഇവിടെ. ഇതിനെ 2 കൊണ്ട് ഗുണിക്കുക. അതിന്റെ ആൻസർ കിട്ടും. അപ്പം അതിനകത്ത് എന്താ വരിക? ഞാൻ അതിനകത്ത് മൈനസ് കാൽക്കുലേറ്ററിന്റെ ആൻസർ കൂടി ഞാൻ പറഞ്ഞുതരാം. എന്താ കിട്ടുന്നത്? -393.5 × 2 എന്ന് പറയുമ്പോൾ -787 ആണ് ഇവിടെ ഫസ്റ്റത്തെ ആൻസർ കിട്ടുക. പ്ലസ് -285.8 എന്താ കിട്ടുക? -285.8 × 3 എന്താ കിട്ടുന്നത്? -857.4. പിന്നെന്താ കിട്ടുന്നത്? പ്ലസ് 1560. ഇനി നിങ്ങൾ നമ്മൾ എന്ത് കിലോ ജൂൾ പെർ മോൾ ആണ്. ഇതൊക്കെ കിലോ ജൂൾ പെർ മോൾ ആണ് വരിക വാല്യൂ. ഓക്കെ. അപ്പം ഇതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇനി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കമന്റ് ചെയ്യൂ കേട്ടോ. കാരണം കമന്റ് വരുമ്പോഴേ വീഡിയോസ് ചെയ്യാൻ ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. കമന്റ് റീച്ച് ലൈക്കൊക്കെ കാണുമ്പോൾ അതിനകത്ത് ഷെയർ ഒക്കെ ചെയ്യുക. ഫ്രണ്ട്സുകളോടൊക്കെ ഷെയർ ചെയ്യൂ. കാരണം ഇതൊരു നമുക്ക് ഇതിന്റെ വാല്യൂ ഇവിടെ വരുന്നത് കാൽക്കുലേറ്ററിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടിച്ചു നോക്കുക. -84.4 ആണ് കിലോ ജൂൾ പെർ മോൾ എന്ന് നമുക്ക് എന്ത് ചെയ്യും? അതിനകത്ത് കിട്ടും. അപ്പൊ നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് വരും? കിലോ ജൂൾ പെർ മോൾ വരും. ഓക്കെ. അപ്പൊ ഇതാണ്. അപ്പൊ ഇതിനകത്തെ അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുക. കാരണം ഇത് നമുക്ക് ലൈക്ക് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴേ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാകണമെങ്കിൽ, വീഡിയോസ് ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് സപ്പോർട്ട് വേണം. അപ്പൊ അതുകൊണ്ടാണ്. അപ്പം ഇനി മാക്സിമം നന്നായിട്ട് പഠിക്കൂട്ടോ. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.